സ്മാർട്ട് ഫോണുകളുടെ വേഗതയുടെ പര്യായമായിട്ടുള്ള ആന്റിറ്റ്യൂഡ് സ്കോറിനെ ഓരോരോ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ അത് iQOO ആണ്. ഏറ്റവും ആദ്യമായി ആന്റിറ്റ്യൂഡ് സ്കോറിനെ 10 ലക്ഷം എന്ന മാർക്ക് കടത്തിയത് iQOO എന്ന ബ്രാൻഡ് iQOO 9 Pro എന്ന സ്മാർട്ട് ഫോൺ വഴിയായിരുന്നു. എന്നാൽ ആ ആന്റിറ്റ്യൂഡ് സ്കോർ ഇപ്പോൾ 13 ലക്ഷം എന്ന മാർക്ക് പിന്നിട്ടിരിക്കുകയാണ് iQOO 11 എന്ന സ്മാർട്ട് ഫോണോടുകൂടി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വേഗമേറിയ സ്മാർട്ട് ഫോണായി മാറുകയാണ് iQOO 11. നമ്മളിപ്പം കുറച്ച് നേരമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അത് കോൾ ഓഫ് ഡ്യൂട്ടി വെച്ചിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ മറ്റ് സ്മാർട്ട് ഫോണുകളിൽ നിന്നെല്ലാം ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നത്. ഡീഫോൾട്ടായിട്ട് വരുന്നത് ഹൈ വിത്ത് മാക്സ് ആണ് ഡീഫോൾട്ടായിട്ട് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ലോയിൽ അൾട്രാ ഇട്ട് സെറ്റിങ്ങിൽ വരെ ഇതിനകത്ത് അടിപൊളിയായിട്ട് ഒരു ലാഗോ ഫ്രെയിം ഡ്രോപ്പോ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. സൂപ്പർ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQOO 11 ആണ്. iQOO ക്ലെയിം ചെയ്യുന്ന ആന്റിറ്റ്യൂഡ് സ്കോർ 13 ലക്ഷത്തിൽ പുറത്താണ്. ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഈ സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഓർക്കുക, ആദ്യമായിട്ടാണ് ഞാനൊരു സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസർ വരുന്ന സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യം സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസറുമായിട്ട് വരുന്ന ഫോണും ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഊഹം. എന്ത് തന്നെയായാലും അതിമാരകമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. ഒബ്വിയസ്ലി ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. അതുപോലെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റാം വേരിയന്റ് വന്നിട്ട് ഇത്തരത്തിൽ 16GB ആണ്. 8GB എക്സ്പാൻഡബിൾ റാം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 256GB ആണ് ഇതിന്റെ ഒരു ഇന്റർണൽ മെമ്മറി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. അതുപോലെ റാമിന്റെ കേസ് പറഞ്ഞാലും LPDDR5X റാം ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് റാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റീഡ് റൈറ്റ് സ്പീഡ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്ന് വരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള UFS 4 സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ iQOO ക്ലെയിം ചെയ്യുന്ന ആന്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 13,23,820 ആണ്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആന്റിറ്റ്യൂഡ് സ്കോർ ചെക്ക് ചെയ്തു. എനിക്ക് എങ്ങനെയായാലും ഒരു 10 ലക്ഷത്തിൽ പുറത്ത് എപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും ലഭിക്കുന്നുണ്ട്. ഓർക്കുക, ഇതൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ മൈലേജ് ഒക്കെ പറയുന്ന പോലെ പ്രത്യേക സാഹചര്യങ്ങളാണ് ഈ ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ ചെക്ക് ചെയ്ത് ഇത്രയധികം സ്കോർ ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മികച്ച ആന്റിറ്റ്യൂഡ് സ്കോറും പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഗെയിമിങ്ങിന് അപാരമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് iQOO 11 എന്നുള്ളത്. അപ്പോൾ ഗെയിം കളിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം വരുന്നത് ഹീറ്റിംഗ് എന്ന് പറയുന്ന വേർഡാണ് അല്ലേ. അപ്പോൾ ഫോണിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജി ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം ഇനിഷ്യൽ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തപ്പോൾ ചെറിയ ഒരു വാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ബാക്ക് സൈഡിൽ ചെറിയൊരു ചൂട്, ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ല, ചെറുതായിട്ട് വാം ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്മാർട്ട് ഫോണിന്റെ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ വരുന്ന പല സ്മാർട്ട് ഫോണുകളും ഉയരമുണ്ട്, പക്ഷെ വീതി കുറച്ച് നിർത്താറാണ് പതിവ്. എന്നാൽ ഇവിടെ iQOO 11 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് അത്രയും കനം കുറവല്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു വലിയ സ്മാർട്ട് ഫോൺ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ iQOOന്റെ ഇത്തരത്തിൽ അടുത്തിടെ വന്ന പല സ്മാർട്ട് ഫോണുകളിലും കണ്ട് പരിചിതമായിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ iQOO ലെജൻഡ് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആയി കൊടുത്തിരിക്കുന്ന ഫോണുകളെല്ലാം ഇത്തരത്തിൽ വൈറ്റും അതുപോലെ BMWന്റേതായി പറയപ്പെടുന്ന ഒരു റേസിംഗ് സ്ട്രിപ്പുമാണ് ഇത്തരത്തിൽ ഇവിടെയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ iQOOന്റെ മുൻകാല സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഡിസൈനിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ഒരു ക്യാമറ മൊഡ്യൂളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ പ്രേമികൾ കണ്ട് പരിചിതമായ അല്ലെങ്കിൽ പഴകിയ ഒരു ബാക്ക് ഡിസൈൻ തന്നെയാണ് ഇത്തവണയും iQOO 11 നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസും സിലിക്കോണും കൊണ്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു വീഗൻ ലെതർ ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ലെതർ ടൈപ്പ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ഒന്നും പതിയില്ല. ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് നൽകുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. ഈ ഒരു ഫോണിന്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ സ്മാർട്ട് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ ഒരു ടൈപ്പ് സി ടു 3.5mm അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രശ്നം നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് അലുമിനിയം ഫ്രെയിമാണ്. അപ്പോൾ അവിടെയൊക്കെ ബിൽഡ് ക്വാളിറ്റിയുടെ ഏറ്റവും ടോപ്പ് നോച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സിം ട്രേ എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സിം ട്രേ ആണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്ന തരത്തിൽ ഒരു ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതൊരിക്കലും ഒരു കുറ്റമായി പറയാൻ പറ്റില്ല, കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം അത്തരത്തിൽ തന്നെയാണ്. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ തിക്നെസ് പറഞ്ഞാൽ വെറും 8.72mm
മില്ലിമീറ്റർ തിക്നെസ് മാത്രമേ ഉള്ളൂ. അതുപോലെ വെയിറ്റ് വന്നിട്ട് 205 ഗ്രാം ആണ്. പക്ഷേ നമുക്ക് ആ ഒരു 205 ഗ്രാം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇതിന്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സെന്ററിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതുപോലെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു 205 ഗ്രാം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നതേ ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫോണിന്റെ ചുറ്റുമുള്ള ബെസൽ എന്നൊക്കെ പറയുന്നത് വളരെ കനം കുറഞ്ഞ ബെസലുകളാണ്. എസ്പെഷ്യലി ഇതിന്റെ താഴത്തെ ഈ ചിഹ്നം എന്ന് പറയുന്ന ഭാഗവും വളരെ നേരിയ ഒരു ചിഹ്നാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ വ്യൂയിങ് ആംഗിൾ ഒക്കെ മനോഹരമാണ്, കുഴപ്പമൊന്നുമില്ല. ഡിസ്പ്ലേ അതിമനോഹരമാണ്. 6.78 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ അമോ LED ഡിസ്പ്ലേ, അതും വെറും അമോ LED ഡിസ്പ്ലേ അല്ല, E6 അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റെസൊല്യൂഷൻ വന്നിട്ട് 2K റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതും LTPO ടെക്നോളജിയാണ്, അതായത് 1:144 വേരിയിങ് ടൈപ്പ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഹയർ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും ബാറ്ററി കൺസംഷൻ വളരെ കുറച്ചേ ആവുകയുള്ളൂ. അതുപോലെ 300 ഹെഡ്സ് ആണ് ഇതിന്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് വേറിട്ടറിയാൻ സാധിക്കും. 1800 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. HDR-ന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗവും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. പക്ഷേ കർവ്ഡ് ഡിസ്പ്ലേ അല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കർവ്ഡ് ഡിസ്പ്ലേ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം iQOO 11 ആണ്. അതേസമയം കഴിഞ്ഞ iQOO 9-നകത്തും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരുന്നു. iQOO 9 പ്രോയിൽ പക്ഷേ കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ ഒരു iQOO 11 പ്രോ വരുന്നെങ്കിൽ നമുക്ക് ആ ഒരു iQOO 11 പ്രോയിൽ കർവ്ഡ് ഡിസ്പ്ലേ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേയിൽ വരാവുന്ന ഏറ്റവും ടോപ്പ് നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ iQOO 5000 mAh താഴെ നിർത്തിക്കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് സ്പീഡ് കൂട്ടുന്നതായി കാണുന്നുണ്ട്. അതായത് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറെ കൊടുത്തുകൊണ്ട് ഒരു 4000 സംതിങ് ബാറ്ററി ഒക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാമല്ലോ. പക്ഷേ ഇത്തവണ എന്തായാലും ഇതിനകത്ത് അങ്ങനെ ചെയ്തില്ല. 5000 mAh ബാറ്ററി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഏറ്റവും ടോപ്പ് ചാർജർ ആയിട്ടുള്ള 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. വെറും 24 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 100% എത്തിക്കാം. ഓർക്കുക, ഇതൊരു സ്നാപ്ഡ്രാഗൺ 8 Gen 2 സ്മാർട്ട് ഫോൺ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതൊരു 4nm പ്രോസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്മാർട്ട് ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കേസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹെവി യൂസർ ഒന്നും അല്ല. ഞാൻ ഇന്നലെ അധികം ഫോൺ യൂസ് ചെയ്തില്ല. എന്നിട്ടും ഞാൻ രാവിലെ ബാറ്ററിയിൽ നിന്ന് എടുത്ത ഫോൺ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ ഏകദേശം 73% ബാറ്ററി റിമൈനിങ് ആയിരുന്നു എൻ്റെ കേസിൽ. ഇത്തരം ഒരു ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് മികച്ചൊരു ബാറ്ററി പെർഫോമൻസ് ആണ്. ഇനി നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും എങ്ങനെ പോയാലും ഒരു 1.5-2 ദിവസം ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. കാരണം ഇതിന്റെ പ്രോസസർ കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യന്റ് ആണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ സത്യം പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ടൊന്നും മോഹിപ്പിച്ചില്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് സാംസങ്ങിന്റെ S22 സീരീസിലേക്ക് ഉപയോഗിച്ച സാംസങ് GN5 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൻസർ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 13 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ സെൻസറും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പേരിന് വേണ്ടി പറയാമെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിരവധി ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു. ഞാൻ അത്ര ഇംപ്രസ്ഡ് അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ. കാരണം ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോണുകൾ ഇറക്കുന്ന വിവോയുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള iQOOന്റെ ഫോണുകളിലും ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു മുൻകാല ഫോണുകൾ. പക്ഷേ ഇവിടെ എനിക്ക് അത്രയും ഒരു ഓക്കെ ഇഷ്യൂ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു മീഡിയം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ നൽകുന്നുള്ളൂ. എസ്പെഷ്യലി ഇതിന്റെ കളറൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി സെൽഫി വിഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ ആ മുഖത്തേക്ക് കളർ കണ്ടില്ലേ, നമ്മുടെ ഒരു നാച്ചുറൽ സ്കിൻ ടോണേ അല്ല, ഭയങ്കരമായിട്ട് വെളുപ്പിക്കുന്നതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫീൽ ചെയ്തു. മാത്രമല്ല നേരത്തെ പറഞ്ഞ കളറിന്റെ ഒരു വേരിയേഷൻ ഞാൻ പറഞ്ഞു. ഇത് കണ്ടില്ലേ, ഞാൻ നിന്ന ഒരു മണ്ണിന്റെ ഒരു ഫോട്ടോ എടുത്താണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്രയും റോസ് കളറിലുള്ള മണ്ണ് കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സാച്ചുറേഷൻ കൂടുതലാണെന്ന് വെച്ചാൽ സാച്ചുറേഷൻ കൂടുതലല്ല, നമ്മൾ കാണുന്ന നോർമൽ കളറല്ല ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഫോട്ടോകൾ ഒരുപക്ഷെ എടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫോട്ടോകൾ തോന്നും. പക്ഷേ റിയൽ ഇമേജ് അല്ല നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പിക്കില്ല. അതൊരു പക്ഷേ iQOOനൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇതിന്റെ ക്യാമറ വിഭാഗം ഒന്നുകൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ ഇതിനകത്ത് ക്യാമറ വിഭാഗത്തിൽ എന്നെ വളരെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിന്റെ ബാക്ക് ക്യാമറയിൽ നമുക്ക് ഇത്തരത്തിൽ മാക്സിമം 8K 30 frames per second വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതല്ല എന്നെ നിരാശപ്പെടുന്നത്. എന്നാൽ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4K റെസൊല്യൂഷൻ സപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 1080p 30 frames per second വരെയുള്ള വീഡിയോകൾ അവിടെ 60 frames per second പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ ഇതുപോലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിരാശപ്പെടുന്നു. ഇവിടെ ബാക്ക് ക്യാമറയിൽ 8K കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഒരു 4K ഇവിടെ ഒരു 4K കൊടുക്കാമായിരുന്നു. പക്ഷേ അത് നൽകിയിട്ടില്ല. അത് iQOOന്റെ മുൻകാല iQOO 9 Pro പോലും അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഇത്തവണയും iQOO ആ ഒരു തെറ്റ് തിരുത്തുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ക്യാമറ വിഭാഗം ഈ പറഞ്ഞ പോലെ ഒരു മീഡിയം പെർഫോമൻസ് മാത്രമേ നൽകുന്നുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ഇതിനകത്ത് അത്രയും ബെറ്റർ അല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
അതൊരു പക്ഷേ സോഫ്റ്റ്വെയർ സൈഡിലൂടെ അവർക്ക് അത് പരിഹരിക്കുകയും ചെയ്യാം. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളായിട്ട് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. സെൽഫി ഫോട്ടോകൾ ഈ പറഞ്ഞ പോലെ ഒരു റിയലിസ്റ്റിക് ഫോട്ടോസ് അല്ല ഒരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ ഇത്തരത്തിൽ ആൻഡ്രോയിഡ് 13 ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ആൻഡ്രോയിഡിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ വിവോയുടെ ഫൺ ടച്ച് OS ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് കൂടി എടുത്ത് പറയാം, ഇതിനകത്ത് V2 ചിപ്പ് എന്ന പേരിൽ ഒരു അഡീഷണൽ ചിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനും അതുപോലെ ക്യാമറ ക്വാളിറ്റി ബെറ്റർ ആക്കാനുമാണ് V2 ചിപ്പ് ഇതിൽ നൽകിയിരിക്കുന്നതെന്നാണ് iQOO അവകാശപ്പെടുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു V2 ചിപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. നമ്മൾ സാധാരണ ലാപ്ടോപ്പ് ഒക്കെ ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഗ്രാഫിക്സ് കാർഡിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ മികച്ച ഗ്രാഫിക്സ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ V2 ചിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് പക്ഷേ ക്യാമറയിൽ അത്രയും കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ലെന്ന് വീണ്ടും അടിവരയിട്ട് പറയട്ടെ. ഇത് എന്ത് തന്നെയായാലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സിം കാർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാത്ത കുറച്ച് ബ്ലോട്ട് വൈസുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ ഇവിടെ സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തല്ലാതെ പ്രീ ഇൻസ്റ്റാൾ ആയി വന്നതാണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ഉണ്ടായിരുന്നു. ബൈജൂസ് ലേണിംഗ് ആപ്പ് ഒരു 4-5 ബ്ലോട്ട് വൈസുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. അതുകൂടി ഒഴിവാക്കാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നി. ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ നിന്ന് പറയാനുള്ളത്. യാതൊരുവിധ ലാഗോ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നുവരെ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും പെർഫോമൻസ് കൂടിയ പ്രോസസർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ വീഡിയോ വ്യൂയിങ് ഒക്കെ ഇത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. തർക്കമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ 10-bit ഡിസ്പ്ലേ, E6 AMOLED ഡിസ്പ്ലേ, മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സൗണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. അതിലും ഒരു വലിയ തംസ് അപ്പ്. അതുപോലെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഇതിന്റെ ഒരു പൊസിഷനിങ് കുറച്ച് താഴേക്ക് മാറ്റി ആണ് നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയേനെ. ഇതിനകത്ത് എൻ്റെ ഫേസ് കൂടി ഞാൻ എൻറോൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ കൈ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടില്ലേ അൺലോക്ക് ആവുന്നത്, തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഫേസ് അൺലോക്ക് അത്രയും ഫാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. കണ്ടില്ലേ ഫേസിന്റെ ആ ഒരു ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് ചരിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പം ഫേസ് ആൻഡ് ഫിംഗർ പ്രിന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അൺലോക്ക് ആവുന്നു. NFC സപ്പോർട്ടും അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ഒക്കെ നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിങ് പറഞ്ഞിട്ടില്ല. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. വയർലെസ് ചാർജിങ് കൊടുക്കാൻ പറ്റുന്നു. അതുപോലെ IP റേറ്റിംഗിനെ പറ്റിയും എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു കുറവായിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള കുറവുകൾ എന്ന് പറയുന്നത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഓപ്ഷൻ നൽകിയിട്ടില്ല. 3.5mm ഓഡിയോ ജാക്കില്ല. അത് ഓക്കെയാണ്. കാരണം അതിനകത്ത് നമുക്ക് അഡീഷണൽ കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതൊരു കുറവ് തന്നെയാണ്. അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല. IP റേറ്റിംഗിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവുകളായിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 കുറവുകളുണ്ട്. അതായത് ഇതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അത് എനിക്ക് ഒന്ന് പ്രോയിലേ വരാറുള്ളൂ സാധാരണ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. മീഡിയം പെർഫോമൻസ് മാത്രമേ ക്യാമറ നൽകുന്നുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും ഇതിന്റെ ഗുണമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതുപോലെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ ടോപ്പ് നോച്ച് ആയിട്ട് പറയേണ്ടത്. എന്ത് തന്നെയായാലും നിങ്ങൾ ലോകത്തെ ഏറ്റവും വേഗമേറിയ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഇപ്പോൾ നിലവിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും iQOO 11 ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പരിഗണിക്കാവുന്നതാണ്.